all, welcome to Competitive Cracker. ഞാൻ മേഘ. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാം. ഒരിക്കലും അവസാന മിനിറ്റിലേക്ക്, ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. കാരണം സൈറ്റിൽ എന്തെങ്കിലും സെർവർ ഡൗൺ ആവുകയോ അങ്ങനത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യാം. ഇനി പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ RRB ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണവും കാര്യങ്ങളും, പിന്നെ എങ്ങനെ പഠിക്കണം, ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഒരു എൻട്രി ലെവൽ എക്സാം ആണ് RRB ഗ്രൂപ്പ് ഡി. റെയിൽവേയിൽ ജോലിക്ക് കയറുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഗ്രൂപ്പ് ഡി എക്സാം. ഇന്ത്യൻ റെയിൽവേ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നു വരുന്നത്, അല്ലേ? കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒരുപാട് ഉദ്യോഗസ്ഥരും, അല്ലെ, ഒരുപാട് വർക്ക് ഫോഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി ആയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ പോസ്റ്റ് ആണ് കിട്ടുന്നത്. 10ാം ക്ലാസ് യോഗ്യത മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അത് മാത്രമല്ല 36 വയസ്സ് വരെ ജനറൽ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണോ നമ്മുടെ PSC എക്സാംസിനുള്ളത് അതേ ഏജ് കാറ്റഗറി തന്നെയാണ് RRB ഗ്രൂപ്പ് ഡിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി PSC ഒന്നും എഴുതിയിട്ടും കിട്ടുന്നില്ല, ഒന്നും ആവുന്നില്ല, സമയം ഒരുപാട് പോകുന്നു, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. കാരണം കൃത്യമായ സിലബസ് തന്ന് ശരിയായ കൃത്യമായ സമയത്ത് തന്നെ പരീക്ഷ നടത്തി എത്രയും വേഗത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് എത്രയും വേഗത്തിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കാം എന്നതാണ് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത. ഇനി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, ഞാൻ ഗ്രൂപ്പ് ഡി ആയിട്ടാണ് എൻ്റെ ആദ്യത്തെ ജോലി തുടങ്ങുന്നത്. ഗ്രൂപ്പ് ഡി ആയിട്ടാണ്. ഗ്രൂപ്പ് ഡി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ട്രിച്ചി ഡിവിഷനിൽ, സദേൺ റെയിൽവേയിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ട്രിച്ചി ഡിവിഷനിൽ തിരുവണ്ണാമലൈ സെക്ഷനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവണ്ണാമലൈ വലിയൊരു ശിവന്റെ അമ്പലമൊക്കെ ഒരു സ്ഥലമാണ് തിരുവണ്ണാമല, അല്ലേ? ഇപ്പം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു തിരുവണ്ണാമലയെ കുറിച്ച്. സോ തിരുവണ്ണാമലയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിഗ്നൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ളതൊന്നും നമുക്ക് മുൻകൂറായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മുടെ എന്താ പറയുക, റൊട്ടേഷൻ അനുസരിച്ച്, വേക്കൻസിയുടെ ഒക്കെ ലഭ്യതയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് കൊണ്ടുള്ള എലവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ LD ക്ലർക്കായിട്ട് കയറുന്ന ഒരാളെക്കാളും മികച്ച ശമ്പളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സമയാസമയങ്ങളിൽ തന്നെ DA കുടിശ്ശികയാവാതെ DA കൃത്യമായിട്ട് കിട്ടും. നല്ലൊരു DA പെർസെൻറ്റേജ് തന്നെ ഉണ്ട്. പിന്നെ HR അലവൻസ് നിങ്ങൾക്ക് അറിയാം, അല്ലേ? റെയിൽവേ ക്വാർട്ടേഴ്സ് പോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് അത് ഫൈനലായിട്ട് അത് മാർച്ചിലൊക്കെ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് എലവൻസുകൾ, പല പേര്, റിസ്ക് എലവൻസ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോ എലവൻസുകൾ ഉള്ളത്. പിന്നെ മെഡിക്കൽ എലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. റെയിൽവേ ഹോസ്പിറ്റൽ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെരമ്പൂരൊക്കെ വലിയ റെയിൽവേ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ എല്ലാ ഫെസിലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ റെയിൽവേ എംപ്ലോയി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും. പിന്നെ ട്രെയിനിൽ യാത്ര ഫ്രീ ആണ്, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പാസ് ഉണ്ട്, നമുക്ക് സ്പെഷ്യൽ പാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ. പിന്നെ സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ ചൈൽഡ് കെയർ ലീവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ലീവ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ, ഈ പറഞ്ഞ പലരും പറഞ്ഞു തരാത്ത ബെനിഫിറ്റുകളായിരിക്കും ഇതൊക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ബെനിഫിറ്റുകളുള്ള, ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു പഠനം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാനൊരു 2-2.5 മാസമാണ് കഷ്ടി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. എൻ്റെ PG കഴിഞ്ഞ സമയത്താണ് ഞാൻ ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നത്. 2014-15 ആ ഒരു ടൈമിലാണ്, 14-ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 2-2.5 മാസം. പക്ഷെ ആ 2.5 മാസം കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യം നമുക്ക് അറിയേണ്ടത് സിലബസ് ആണ്. സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 90 മിനിറ്റാണ് പരീക്ഷ എഴുതാനുള്ള ടൈം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 3 തലങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഒന്ന് CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. 2 എന്താണ്? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. 3 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഗ്രൂപ്പ് ഡിയുടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ CBTയിൽ നമുക്ക് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്, സിലബസിൽ പറയുന്നത്, ഒന്ന് മാത്സ് ആണ്. മാത്സ്,
അതൊരു എലമെന്ററി മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. അതായത് ഒരു 10th ലെവലിലുള്ള മാത്തമാറ്റിക്സ്, ടൈം ആൻഡ് വർക്ക്, ഫ്രാക്ഷൻസ്, പിന്നെന്താണ് ബോർഡ് മാസ്, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്, ആവറേജ്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട്, ഡെസിമൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. അതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലോജിസം, പിന്നെ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, ദെൻ റിലേഷൻഷിപ്സ്, പിന്നെ കോഡിങ്, ഡീകോഡിങ്, അതിലെ ലെറ്റേഴ്സ് നമ്പേഴ്സിൻ്റെ ഉണ്ടായിരിക്കും, പിന്നെ ആൽഫബറ്റ്സിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു റീസണിങ്, ലോജിക്കൽ റീസണിങ് ആണ് ഈ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ ജനറൽ സയൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സയൻസ് അതിന് നിങ്ങൾ ഒരു NCERT ലെവൽ, അതായത് CBSE NCERT ക്ലാസ് 10 ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഫിസിക്കൽ സയൻസ്, അതായത് ബയോളജി, ഇത് 3 നന്നായിട്ട് പഠിക്കുക. 10th ലെവലിലുള്ളത് മതി. ഇപ്പം ഇതിനെല്ലാത്തിനും നമ്മൾ ബേസിക് ആയിട്ട് ഒരു 10th ലെവൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ 10th ആണല്ലോ. അപ്പോൾ NCERT ടെക്സ്റ്റുകളാണ് പഠിക്കേണ്ടതെന്ന് മാത്രം. SCERT അല്ല, കുറച്ചും കൂടി ഒന്ന് കൂടണം. സോ NCERT ടെക്സ്റ്റുകൾ ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ ജനറൽ അവെയർനെസ്സും കറണ്ട് അഫയേഴ്സും. ജനറൽ അവെയർനെസ്സിൽ തന്നെ കൂടുതൽ ചോദിക്കാറുള്ളത് ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തന്നെ ഏൻഷ്യൻ ഇന്ത്യ നന്നായിട്ട് പഠിക്കണം. ഏൻഷ്യൻ ഇന്ത്യക്ക് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാം. ഏൻഷ്യൻ ഇന്ത്യയിൽ തന്നെ കൾച്ചറിന് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കൾച്ചറിൽ ഇപ്പോൾ ഓരോ മോണ്യുമെൻറ്റ്സ്, പിന്നെ പെയിൻറ്റിങ്സ്, ഡാൻസ് ഫോംസ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അതിൻ്റെ ഓതേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഡൈനാസ്റ്റീസ്, ദെൻ ബുദ്ധിസം, ജൈനിസം തുടങ്ങിയിട്ടുള്ള ഫിലോസഫീസ്, അങ്ങനെ ഏൻഷ്യൻ ഇന്ത്യയിൽ ഒരുപാട് കൾച്ചറൽ എലമെൻറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ ഇന്ത്യ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് അവിടുത്തെ കൾച്ചറൽ ആസ്പെക്ട്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ജനറൽ അവെയർനെസ്സിൽ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി പഠിക്കുക. ദെൻ കംസ് സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെയിൽവേക്ക് സ്പോർട്സ് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. സ്പോർട്സ് എന്നുള്ള കറണ്ട് അഫയേഴ്സും ചോദിക്കാറുണ്ട്, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് ചോദിക്കാറുണ്ട്, അതുമായി ബന്ധപ്പെട്ട ടേംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പോർട്സ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ദെൻ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കണം, പിന്നെ കറൻസീസ് നോക്കണം, പിന്നെ ഇന്ത്യയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ നോക്കുക, പിന്നെ മോഡേൺ ഇന്ത്യയിൽ ഗാന്ധിയൻ ഈറ ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്, DPSP, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ ബോറോഡ് കൺസെപ്റ്റ്, കടമെടുത്ത ആശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ പത്മ അവാർഡ്സ് അല്ലേ, അത് 2024, അതുപോലെ തന്നെ 2025, ദെൻ 2023, ഈ 3 വർഷം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. പിന്നെ നൊബേൽ പ്രൈസുകൾ, പിന്നെ സരസ്വതി സമ്മാൻ, അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡ്സ് ഉണ്ട് അല്ലേ. പിന്നെ ഫിലിം അവാർഡ്സ് ഉണ്ട്, പിന്നെ സ്പോർട്സിൽ കൊടുക്കുന്ന ഒരുപാട് അല്ലെ, ഖേൽ രത്ന പോലെയുള്ള പുരസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വെന്യൂസ്, പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ 2.5 മാസം കൊണ്ടാണ് പഠിച്ചത്. ഈ പറഞ്ഞ കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അതെങ്ങനെയാണ് ഞാൻ നോക്കിയത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാര്യം. കാരണം ഒരു പരീക്ഷയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ പരീക്ഷയ്ക്ക് മുൻപേ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകൾ എടുത്താൽ മാത്രമേ നമുക്ക് ആ പരീക്ഷയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ നിന്നും ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ്, അന്ന് ഇത്രയും യൂട്യൂബ് ചാനൽസും അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഓൺലൈനിൽ അത്ര അവൈലബിൾ ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണൽ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇരുന്ന് ഞാനിങ്ങനെ എന്താ പറയുക മാർക്ക് ചെയ്ത് വെക്കും, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ നെറ്റ് അത്രയും അല്ലേ, ഡാറ്റയൊന്നും നമ്മൾ അത്രയും ഇങ്ങനെ ഇന്ന് യൂസ് ചെയ്യുന്ന പോലെയൊന്നും നമ്മൾ അത്രയും നെറ്റൊന്നും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്സ് ആയിരുന്നു കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ NCERT ടെക്സ്റ്റുകളെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NCERT ടെക്സ്റ്റുകൾ എടുത്തുകൊണ്ട് അതിലത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മാഗസിൻസ് ഒക്കെ കിട്ടുമല്ലോ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിൽ നിന്ന് പഠിച്ച് അങ്ങനെ കൃത്യമായിട്ട് ചോദ്യപേപ്പർ അറിഞ്ഞുകൊണ്ടാണ് പഠിച്ചത്. അങ്ങനെയാണ് ഈ ഏൻഷ്യൻ ഇന്ത്യയുടെ ഫോക്കസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ഏൻഷ്യൻ ഇന്ത്യ തന്നെയാണ് കൂടുതലായിട്ടും റെയിൽവേ, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഓരോ എക്സാമിനും ഒരു ഡിമാൻഡ് ഉണ്ട്.
ഇപ്പോൾ PSCയുടെ ഡിമാൻഡ് അല്ല റെയിൽവേയുടെ ഡിമാൻഡ്, റെയിൽവേയുടെ ഡിമാൻഡ് അല്ല SSCയുടെ ഡിമാൻഡ്, SSCയുടെ ഡിമാൻഡ് അല്ല മറ്റൊരു പരീക്ഷയ്ക്കുള്ളത്. സോ എപ്പോഴും നമ്മൾ എന്താണ് ഒരു ഡിമാൻഡ് ഓഫ് ദ എക്സാം മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാവുക? സിലബസ് എന്ന് മനസ്സിലാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മനസ്സിലാവും. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ പരീക്ഷയെ അറിഞ്ഞുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ആയിരുന്നു. ഈവൻ ദോ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നതെങ്കിലും +2 സയൻസ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ എന്താണ് എനിക്ക് ബുദ്ധിമുട്ട് മാത്സ് ആയിരുന്നു. പക്ഷെ അതിന് ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് രാവിലെ ആദ്യം തന്നെ മാത്സ് പഠിക്കും. ഓക്കെ, ടോപ്പിക്കുകൾ എടുത്തിട്ട് ആ ടോപ്പിക്കിലത്തെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഡെസിമൽ ആണെങ്കിൽ ബേസിക് ആയിട്ട് ഡെസിമൽസിൻ്റെ അഡീഷൻ തൊട്ടിട്ട് അല്ലേ എല്ലാ ഓപ്പറേഷൻസും പഠിക്കും. മിനിമം ഒരു ടോപ്പിക്കിൽ 50 ക്വസ്റ്റ്യൻസ് ചെയ്യും എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ഒരു ടോപ്പിക്കിൽ ഒരു 50 ചോദ്യങ്ങൾ ഞാൻ കവർ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് അതിലൊരു മിനിമം 50 ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യണം. കാരണം എനിക്ക് ആ ഒരു ടോപ്പിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിൽ എത്രത്തോളം കൂടുതലായിട്ട് ഞാനതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്കത് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതാവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ GK ആയിരിക്കും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, മാത്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പക്കയായിരിക്കും. ഇതിൽ ഇംഗ്ലീഷ് ഇല്ല കേട്ടോ, പലരും ചോദിക്കാറുണ്ട് ഇതിൽ ഇംഗ്ലീഷ് ഇല്ല. ഇംഗ്ലീഷിന് പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു നല്ല അവസരമാണ് ഇതിൽ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല എന്നുള്ളത്. മാത്സ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്താൽ പക്കയാണ് മാത്സിന് മാർക്ക് കിട്ടും. കൃത്യമായിട്ട് കിട്ടുന്നൊരു ഏരിയയാണ് മാത്സ്. അതുകൊണ്ട് തന്നെ മാത്സ് ഓരോ ടോപ്പിക്കുകളും നന്നായി ചെയ്യുക. ടൈം ആൻഡ് വർക്ക് ആണെങ്കിൽ അതിൽ പല ടൈപ്പുകൾ ഉണ്ടല്ലോ, എല്ലാ ടൈപ്പും ബേസിക് ആയിട്ട് ടൈപ്പ് തൊട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ടൈം ആൻഡ് വർക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏതാ പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. അപ്പോൾ പൈപ്സ് ആൻഡ് സിസ്റ്റംസ് പഠിക്കാം. അപ്പോൾ രണ്ടും നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്നതിനെ ക്ലബ് ചെയ്തുകൊണ്ട് പഠിക്കാം. ദെൻ അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ട്രെയിനിൻ്റെ കണക്കുകൾ പഠിക്കാൻ പറ്റും അല്ലേ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനിൻ്റെ കണക്കിലേക്ക് പോകുന്നല്ലേ കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് സിലബസിനെ മനസ്സിലാക്കി ഓരോ ടോപ്പിക്കുകളും നമുക്ക് ഏതാണ് ബുദ്ധിമുട്ടുള്ളത്, നമ്മളുടെ സ്ട്രെങ്ത് ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് ബേസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മുടെ പഠനം ഓതൻറ്റിക്കായ സോഴ്സ് നിന്നായിരിക്കണം. നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റുകളാണ്. ഹിസ്റ്ററിക്കാണെങ്കിലും നിങ്ങൾക്ക് NCERT ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷന് അത് യൂസ് ചെയ്യാം. അങ്ങനെ സയൻസ്, ജനറൽ സയൻസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന NCERTയുടെ CBSEയുടെ 10th ടെക്സ്റ്റൊക്കെ വളരെ നല്ല ടെക്സ്റ്റാണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഠിക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്കൽ സയൻസ് ഈ 3 ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ ബേസിക് കൺസെപ്റ്റുകൾ കവർ ചെയ്യാം. പിന്നെ നിങ്ങൾ ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ വാങ്ങേണ്ട ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രീവൈക്യൂവിൻ്റെ ബുക്ക് വാങ്ങുക. റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് വാങ്ങുക. എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. PYQs നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഒരു എക്സാം പാറ്റേണിൻ്റെ ഒരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല നിങ്ങളുടെ പഠനത്തെ കുറച്ചും കൂടി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ഇനിയും നോക്കാനുണ്ട്, ഞാൻ ഏതൊക്കെയാണ് ഓൾറെഡി കഴിഞ്ഞത്, ഞാൻ ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ തീരെ എനിക്ക് ഒരു അവഗാഹം ഇല്ലാത്തത് ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു പഠനത്തെക്കുറിച്ച് മൊത്തത്തിലൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നൊരു ഏരിയയാണ് നിങ്ങൾ PYQs ചെയ്താൽ കിട്ടുക. അപ്പോൾ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ചിട്ടയായിട്ട് പഠിക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട റെയിൽവേയുടെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ അനുഭവം ഞാനത് തെളിയിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമുക്കൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജോലി എനിക്കുള്ളതാണ് എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് 100% എഫേർട്ട് ഇടും. നേരെ മറിച്ച് അത് എൻ്റെ ഒരു പ്രയോറിറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എഫേർട്ട് ഇടില്ല. അത്രേ ഉള്ളൂ. ഫസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ തന്നെ സങ്കല്പിക്കുക. നിങ്ങൾക്ക് അത് ലഭിച്ചതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതിനുള്ള എഫേർട്ട് നിങ്ങൾ ഇടുക. ഡെയിലി ഇടുന്ന എഫേർട്ടാണ് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് വരുള്ളൂ. ഒരിക്കലും ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവില്ല. ഒരു ദിവസം പോലും ഓവർനൈറ്റ് സക്സസ് ഉണ്ടാവില്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ മോന് ഏകദേശം 1.5 വയസ്സാവുന്ന സമയത്താണ്, 1.5 വയസ്സും ആയിട്ടില്ല, ചെറിയ കുട്ടി, ഫീഡിങ് ആ ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് ഞാൻ റെയിൽവേയുടെ എക്സാമിന് പഠിച്ചതും അത് ക്രാക്ക് ചെയ്തതൊക്കെ. എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടുകൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മെനക്കെടാൻ തയ്യാറാവണം, പണിയെടുക്കാൻ തയ്യാറാവണം അല്ലേ. അപ്പം നമ്മുടെ എക്സ്ക്യൂസസും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാൻ പറ്റും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ CC നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് അവസരങ്ങൾ തരുന്നതാണ്. സോ എല്ലാവരും
ഏറ്റവും നന്നായിട്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ RRBയുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും കൃത്യമായി കവർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ഒരു പഠന ക്രമീകരണം നമ്മൾ നടത്തിയിട്ടുള്ളത്, സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. കൃത്യമായിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ ഇതിനെ തുടർന്ന് വെബിനാർ ഉണ്ടായിരിക്കും. ഈ വെബിനാറിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരെയും ഇന്ത്യൻ റെയിൽവേയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഗ്രൂപ്പ് ഡി ആയി നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും അതിന് ഉറച്ചൊരു തീരുമാനമെടുക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. സോ താങ്ക് യു.